ചേർത്തലയിലെ തിരോധാന കേസുകളിൽ DNA പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. പ്രതി സെബാസ്റ്റ്യന്റെ നിസ്സഹകരണത്തിൽ വഴിമുട്ടിയ അന്വേഷണത്തിന് സഹായകമാകുന്നതായിരിക്കും ഫലം. ജൈനമ്മ തിരോധാന കേസിനു പിന്നാലെ സെബാസ്റ്റ്യന്റെ വീടിനു പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികളുടെ പരിശോധനാ ഫലം അതാണ് ഇന്ന് ലഭിക്കുക. അശ്വിൻ പാലാഴി ചേർത്തലയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, ഇപ്പോഴും ഈ സെബാസ്റ്റ്യന്റെ പങ്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന തെളിവ് എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ചോദ്യം ചെയ്യലിനോടാണെങ്കിൽ പ്രതി സഹകരിക്കുന്നുമില്ല. അതിനിടയിൽ ഇന്ന് DNA പരിശോധനാ ഫലം പുറത്തുവരാൻ പോകുന്നു. ഈ തിരോധാന കേസുകളിൽ ദുരൂഹതകളിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന ഒരു പരിശോധനാ ഫലമാണത്. എപ്പോഴേക്കും ഫലം അന്വേഷണ സംഘത്തിന് ലഭ്യമാകും? തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അശ്വിൻ പാലാഴി. ശ്രീജിത്ത്, കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ഈ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഈ ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് വീടിന് സമീപത്ത് നിന്ന് വീട്ടിലെ പുരയിടത്തിൽ നിന്ന് ഇത്തരത്തിൽ അസ്ഥികൾ, കത്തിക്കരിച്ച നിലയിലുള്ള അസ്ഥികൾ കണ്ടെത്തുന്നത്. അന്ന് അതിനുശേഷം 2 ദിവസത്തിന് ശേഷമാണ് ഇത് DNA പരിശോധനയ്ക്ക് അയച്ചതും. അതിന്റെ പരിശോധനാ ഫലമാണ് ഇന്ന് ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളത്. പരമാവധി ഇന്ന് തന്നെ ഈ DNA പരിശോധനാ ഫലം വേണം എന്നുള്ളൊരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന അത് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിട്ടുണ്ട്. കാരണം നാളെ കൂടി മാത്രമേ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഉള്ളൂ. അതിന് ഉള്ളിൽ ഈ പരിശോധനാ ഫലം കിട്ടിയാൽ അതൊരുപക്ഷെ സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ഗുണകരമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇതുവരെ ഒരു കാര്യവും വിട്ടുപറയാൻ സെബാസ്റ്റ്യൻ തയ്യാറായിട്ടില്ല. ഈ പരിശോധനാ ഫലത്തിൽ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന 3 സ്ത്രീകളിൽ ആരുടേതെങ്കിലുമാണ് ഈ DNA പരിശോധനാ ഫലം വരുന്ന എന്നെങ്കിൽ അത് വലിയ ഗുണകരമാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. നിലവിൽ ജൈനമ്മയുടേതാണ് ഈ അസ്ഥി കഷ്ണങ്ങൾ എന്നുള്ള ഒരു സംശയം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില സൂചനകളാണ് പിന്നീട് വന്നത്. ആ അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ലഭിച്ച പല്ലുകളുടെ ഭാഗത്ത് നിന്ന് കമ്പിയിട്ട ഒരു പല്ല്, ക്യാപ്പിട്ട ഒരു പല്ല് കൂടി ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു പല്ല് ജൈനമ്മയ്ക്കില്ല എന്ന് കണ്ടെത്തി. മറ്റൊന്ന് ഈ അസ്ഥികളുടെ കാലപ്പഴക്കമാണ്. ഏകദേശം 4 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പക്ഷേ ജൈനമ്മയെ കാണാതാകുന്നത് 2024 ഡിസംബറിൽ മാത്രമാണ്. അപ്പോൾ 4 വർഷത്തിലധികം പഴക്കമുള്ള ഈ അസ്ഥി ആരുടേതെന്ന വലിയ സംശയം ഇപ്പോഴും തുടരുകയാണ്. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു പരിശോധനാ ഫലമാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാന ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന അഭ്യർത്ഥന പ്രകാരം DNA പരിശോധനാ ഫലം വേഗത്തിലാക്കിയാൽ മാത്രമേ ഇന്ന് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഇനിയും വൈകാനുള്ള സാധ്യതകളാണുള്ളത്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. ഒപ്പം റഡാർ പരിശോധന കൂടി ഒരുപക്ഷെ സെബാസ്റ്റ്യന്റെ വീടിന് പരിസരത്ത് ഉണ്ടായേക്കും. അങ്ങനെയെങ്കിൽ ഈ വീടിനടിയിൽ അല്ലെങ്കിൽ പുരയിടത്തിനടിയിൽ കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ ഉണ്ടോ എന്നുള്ള വ്യക്തത കൂടി അതിൽ ഉണ്ടാകും. ഒപ്പം സെബാസ്റ്റ്യന്റെ ഭാര്യയെയും സെബാസ്റ്റ്യനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഇന്ന് നടക്കും. അത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് നടക്കുക. ഇന്ന് എത്താനാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയോട് ക്രൈംബ്രാഞ്ച് സംഘം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും അന്വേഷണത്തിന്റെ കാലയളവിൽ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ 1 ദിവസം മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന ഈ നീക്കങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കാണുന്നത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ DNA പരിശോധനാ ഫലം വന്നില്ലെങ്കിൽ പോലും അതിനു മുമ്പൊരു പ്രതിയുമായ ഒരു തെളിവെടുപ്പിനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് സംഘം ആലോചിക്കുന്നുണ്ടോ? അശ്വിൻ പാലാഴി. നിലവിൽ അത്തരത്തിലേക്കൊരു ആലോചന ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. അതിന് മുന്നോടിയായി ഈ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട്, ഒപ്പം ജൈനമ്മ തിരോധാന കേസുമൊക്കെയായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ഒരുപക്ഷെ ഭാര്യയ്ക്കറിയാം എന്നുള്ള ഒരു സംശയം ക്രൈംബ്രാഞ്ചിനുണ്ട്. പക്ഷേ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ച് നമ്മളോട് ഇന്നലെ പ്രതികരിച്ചപ്പോൾ സെബാസ്റ്റ്യന് ഇങ്ങനെയൊരു പശ്ചാത്തലം ഉള്ളതായി പോലും അവർ പറയുന്നില്ല. ഒരുപക്ഷെ ഭാര്യയിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം സംശയിക്കുന്നത്. ഒരുപക്ഷെ ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലും നിർണായകമാണ്. അതിനുശേഷം ഒരുപക്ഷെ ഈ ചേർത്തലയിലെ ചില സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഈ റഡാർ എത്തിയാൽ അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി എത്തേണ്ടതാണ്. അനുമതി ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റഡാർ അത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്നാണ് അതിന്റെ പേര്. ഗ്രൗണ്ടിനടിയിലെ, ഭൂമിക്കടിയിലെ അസ്ഥി സാന്നിധ്യം കണ്ടെത്താനുള്ള യന്ത്ര സംവിധാനമാണ്. അത് എത്തിയാൽ അതിന്റെ പരിശോധനയ്ക്ക് സ്വാഭാവികമായും സെബാസ്റ്റ്യനെ ചേർത്തലയിലെ വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിൽ പരിശോധിക്കണമെന്ന നിസ്സഹകരണത്തിലാണെങ്കിൽ പോലും സെബാസ്റ്റ്യനോട് ചോദിക്കുക എന്നുള്ള നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ അയാളെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് ഇന്നും തുടരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ചേർത്തലയിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിൽ അസ്ഥി കഷ്ണങ്ങൾ കുഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരീരം പൂർണ്ണമായും കുഴിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അത് പ്രധാനമായും ആ സംശയത്തിലേക്ക് നീളുന്നത്
വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ്, ചില അവശിഷ്ടങ്ങൾ മാത്രമാണ്. അത് തലയോട്ടിയുടെയും തുടയലിന്റെയും ഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്താനായത്. ഈ ശരീരം എവിടെ മറവ് ചെയ്തു എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനൊരു ഉത്തരമില്ല. അത് ചില സംശയങ്ങൾ മാത്രമാണ് പോലീസിന് ഉള്ളത്. അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സംശയങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധന ഇന്ന് ഉണ്ടാകുമോ നാളെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നിർണായകമാണ്. എന്തായാലും ഈ ശരീരങ്ങൾ എവിടെ കൊല ചെയ്യപ്പെട്ടെങ്കിൽ മൃതദേഹം എവിടെ മറവ് ചെയ്തു എന്നുള്ള വലിയ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അശ്വിൻ പാലാഴിയാണ് ചേർത്തലയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് ഏതായാലും ഈ കേസിൽ നിർണായകമായ ഒരു ദിനമാണ്. DNA പരിശോധനാ ഫലം ഇന്നെത്തും. അതുപോലെ തന്നെ പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനും ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.